ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ ഉപസംഹരിക്കുകയാണ്. ആദരവായ ഹബീബ് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി ഓർമ്മപ്പെടുത്തിയതുപോലെ പ്രവാചക സ്നേഹത്തിന്റെ മഹത്തായ ലക്ഷ്യം പാരത്രിക ലോകത്ത് അത് നിലനിൽക്കുക എന്നുള്ളതാണ്. അതിന്റെ ഉപകാരവും അതിന്റെ പരിണിത ഫലവും പാരത്രിക ലോകത്ത് നാം ആസ്വദിക്കുക എന്നുള്ളതാണ്. ഈ ഭൗതിക ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വ്യത്യസ്ത രൂപങ്ങളിൽ പരിചയപ്പെടുത്തുന്നവരുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിഭക്ത ഇന്ത്യയിൽ ബംഗ്ലാദേശും പാകിസ്ഥാനും ഉൾപ്പെട്ട ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമാണ്. ആ രാജ്യത്ത് 8 നൂറ്റാണ്ട് കാലം ഭരണം നടത്തിയത് മുസ്ലിംകളാണ്. 14 വാല്യങ്ങളുള്ള ഹനഫി മദ്ഹബിന്റെ വലിയ ഗ്രന്ഥം രചിച്ചിട്ടുള്ള മഹാനാണ്. അവിടെ മുതൽ അങ്ങോട്ട് നാം ചിന്തിക്കുമ്പോൾ മഹാനായ ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു വരെ നബി സമക്ഷത്തിൽ നിന്ന് ഹൃദയശുദ്ധീകരണം ആവശ്യമായ തോതിൽ ലഭിച്ചിട്ടുള്ള മുഴുവൻ മഹാരഥന്മാരും അവർ ഭരണകർത്താക്കളായിരുന്നാലും അവർ രാജാക്കന്മാരായിരുന്നാലും അവർ കേവലം പണ്ഡിതന്മാരുടെ മാത്രം ദൗത്യം നിർവഹിക്കുന്നവരായിരുന്നാലും അവരിൽ നിന്ന് ലോകത്തിന് അനാവശ്യമായത് ഒന്നും ഏൽക്കേണ്ടി വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങളിലേക്ക് നിയോഗിച്ചുകൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് വലിയ അനുഗ്രഹം ചെയ്തിരിക്കുന്നു. എന്താണ് അനുഗ്രഹം? വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. ആവശ്യത്തിന് മതിയാകുന്ന രൂപത്തിൽ ഹൃദയത്തെ ശുദ്ധിയാക്കിയെടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശ്രമിച്ചു. ആ ശുദ്ധീകരണം നേടിയ മഹത്തുക്കളായ സ്വഹാബത്തും താബീഈങ്ങളും അനന്തരാവകാശികളായ പണ്ഡിതന്മാരും യഥാർത്ഥമായ ശുദ്ധീകരണം സ്വഭാവത്തിൽ വിശ്വാസത്തിൽ അവർ നേടിക്കഴിഞ്ഞപ്പോൾ അവരുടെ മുന്നിൽ വരുന്ന ഹിന്ദു ആയിരുന്നാലും ക്രിസ്ത്യാനിയായിരുന്നാലും ബുദ്ധനും ജൈനനും സിഖുകാരനും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാവർക്കും ഒരുപോലെ സ്നേഹവും കാരുണ്യവും വർഷിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞു. അതാണ് ഇന്ത്യ രാജ്യത്ത് 800 വർഷക്കാലം 8 നൂറ്റാണ്ട് കാലം ഭരണം നടത്തിയ പ്രവാചകന്റെ അനുചരന്മാരിൽ നിന്ന് ലോകം ദർശിച്ചത്. ജനാധിപത്യ ഗവൺമെന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതല്ല അവർ. എന്നാൽ എല്ലാവർക്കും ഒപ്പിച്ചും ചാഞ്ഞും ചെരിഞ്ഞും നിന്നു എന്ന് പറയാം. അല്ല, സ്വച്ഛാധിപതികളാണ്. അവരുടെ ഭരണത്തിന്റെ ബാക്കിയാണ് കുത്തബ്മിനാറും താജ്മഹലും അതുപോലെ ഇന്ത്യ ഗേറ്റും ഇനി എന്തെല്ലാം ഉണ്ടോ പാർലമെന്റ് മന്ദിരങ്ങളും മറ്റും മാപ്പിള കരകളിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അവകാശപ്പെട്ടിട്ട് പ്രയോജനമില്ല, നമ്മൾ അങ്ങനെ ചെയ്യുകയില്ല. എന്തുകൊണ്ടാണ്? സമ്പൂർണമായ തസ്കിയത്ത്, ഹൃദയത്തെ ശുദ്ധിയാക്കുന്ന ആ പ്രവണത സ്വീകരിക്കാൻ ആധുനിക കാലഘട്ടത്തിലെ മുസ്ലിമിന് സമ്പൂർണമായി കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞവർ ഇവിടെ ഒരു അരാജകത്വത്തിനും കൂട്ടുനിൽക്കുകയില്ല. അവർ ഭരണം നടത്തിയാൽ, അവരെ ഭരണസാരഥ്യം ഏൽപ്പിക്കപ്പെട്ടാൽ അവരിൽ നിന്ന് ഛിദ്രത, വർഗീയത ഇതൊന്നും സംഭവിക്കുകയില്ല. ഇത് ലോകത്ത് വെറും പ്രസംഗിക്കുകയല്ല, 8 നൂറ്റാണ്ടിലെ ഭരണചക്രം കൈയാളിയതിലൂടെ ലോകം ഇതിന് സാക്ഷിയാണ്. ഈ സമാധാനമാണ് പരിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്നത്. ഇതാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാഴ്ചപ്പാടെന്ന് ഉറക്കെ പറയാൻ ഈ നബിദിന ദിവസം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള എല്ലാ നാനാജാതി മതസ്ഥരോടും സ്നേഹത്തോടുകൂടെ പെരുമാറണം, പ്രവർത്തിക്കണമെന്ന് നാം പ്രസംഗിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. പ്രസംഗമല്ല, അത് പ്രവൃത്തി പദത്തിൽ കാണിച്ചു കൊടുക്കാൻ മുസ്ലിംകൾ ബാധ്യസ്ഥരായിരിക്കുന്നു. കാണിച്ചു കൊടുത്തേ പറ്റൂ.
എന്നാലേ ലോകം നമ്മെ അംഗീകരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾക്ക് വിധേയരായി ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തെറ്റിദ്ധരിച്ച് ഇസ്ലാം ഒരു തീവ്രവാദത്തിന്റെ പ്രസ്ഥാനമാണെന്ന് മറുവിഭാഗം 1000 വട്ടം പറഞ്ഞ് അഞ്ഞടിക്കുമ്പോൾ അതിനെ ശാസ്ത്രീയമായി മറുപടി പറയാൻ, അനുഭവത്തിന്റെ വെളിച്ചത്തിൽ മറുപടി പറയാൻ കഴിയാതെയാകും. പണ്ഡിതന്മാരായിരുന്നാലും പാമരരായിരുന്നാലും ഉമറാക്കളായിരുന്നാലും പ്രവർത്തിപഥത്തിൽ ഇസ്ലാമിന്റെ സൗന്ദര്യവും സാഹോദര്യവും ഇവിടെ പ്രദർശിപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്റെ അയൽവാസിയായ മുകുന്ദനും ബാബുവും വിശ്വനാഥനും എന്റെ വീട്ടിൽ ഒന്നാണ് പെരുന്നാളുണ്ടെന്നതെങ്കിൽ നമ്മുടെ അയൽവാസികളായ സഹോദരങ്ങൾക്ക് പെരുന്നാളുകൾ തയ്യാറാക്കാൻ നാം തയ്യാറാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾ പരസ്പരം ഭക്ഷണം പാചകം ചെയ്ത് വിതരണം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാനസികമായ ഇഷ്ടമുണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് പഠിപ്പിച്ചുവെങ്കിൽ ആ ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം ചെയ്യാൻ വിശാലമായി കറികൾ പാചകം ചെയ്തുകൊണ്ട് അയൽവാസികൾക്ക് അത് വിളമ്പി സൽക്കരിക്കണമെന്ന് പഠിപ്പിച്ച ഒരേ മതം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഭാവനം ചെയ്ത മതമാണെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതിലൂടെ സ്നേഹം സ്വായത്തമാക്കാൻ, പരസ്പര സാഹോദര്യം സമ്പാദിക്കാൻ, അങ്ങനെ യഥാർത്ഥ ഇസ്ലാമിന്റെ നിഴൽ ലോകത്തിന്റെ മുമ്പിൽ വരച്ചു കാണിക്കാൻ നമുക്ക് കഴിയണം. ഭീകരവാദമല്ല, തീവ്രവാദമല്ല, സാഹോദര്യമാണ് ഇസ്ലാം എന്ന് ഉറക്കെ പറയാനും അതിലേക്ക് അണികളെ ആകർഷിപ്പിക്കുവാനും അങ്ങനെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മഹത്തായ ആദർശത്തിൽ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ദീൻ പഠിപ്പിക്കാനും നമുക്ക് കഴിയണം. മഹാനായ അല്ലാമ യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി പ്രവാചക സ്നേഹവും ആദരവും പഠിപ്പിച്ചുകൊണ്ട് ലോകത്തോട് പറഞ്ഞത് അലാ റഅസി ഹാദൽ കൗനി നഅലു മുഹമ്മദി അലത്ഫാ ജമീഉൽ ഖൽഖി തഹ്ത മിനാലിഹാ സഈദ് ഇബ്നു മസ്ഊദ് ബിഖിദ്മത്തി നഅലിഹി وأنا السعيد بخدمتي مثالها إني خدمت مثالنا للمصطفى لأعيش في الدارين تحت ظلالها. അല്ലാമ യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി അലൈഹി 2 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകം കണ്ട ഏറ്റവും വലിയ സുന്നത്ത് ജമാഅത്തിന്റെ ഗർജിക്കുന്ന സിംഹമായിരുന്നു. പ്രവാചക സ്നേഹവും ആദരവും ലോകത്തിന് പഠിപ്പിച്ചുകൊണ്ട് മഹാൻ പറഞ്ഞതെന്താണ്? ഈ ലോകത്തിന്റെ നിലനിൽപ്പ്, ഈ ബ്രഹ്മാണ്ഡ കടാഹത്തിന്റെ മുഴുവനും മുകളിൽ